കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ഭാഷ പോലും പിറക്കുന്നതിന് മുമ്പ് മനുഷ്യൻ മനുഷ്യനോട് സംവദിച്ചിരുന്നത് ആംഗ്യങ്ങളിലൂടെയും മുദ്രകളിലൂടെയുമാണ്. അങ്ങനെ ആദ്യ പ്രകാശനധാര ആംഗികമായി, ലോകത്തിലെ ആദ്യത്തെ കലയായി ആംഗികാഭിനയം പ്രതിഷ്ഠിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയിലാണ് നമുക്ക് ലിപികളും, മുദ്രകളുടെ തുടർച്ചയിലാണ് ലിപികൾ ഉണ്ടാകുന്നത്. അതിൻ്റെ വഴക്ക തുടർച്ചയിലാണ് ഭാഷകൾ പിറക്കുന്നത്. മനുഷ്യൻ ഒരിടത്ത് കേന്ദ്രീകൃതമായിരുന്നവൻ ആ സമൂഹം കൂട്ടം പിരിഞ്ഞ് പലയിടങ്ങളിലായി വികേന്ദ്രീകൃതമായതോടുകൂടി ഭാഷ എന്ന ഏകവചനം ഭാഷകളെന്ന ബഹുവചനമായി, സമൂഹം എന്നത് സമൂഹങ്ങളെന്നായി, സംസ്കാരം എന്നത് സംസ്കാരങ്ങളായി. അവിടെ ഇവയെല്ലാം ഒരു നൈരന്തര്യത്തിൻ്റെ നേർശ്രേണിയിൽ ഏകോപിപ്പിക്കുന്ന ഒരു പൊതു ചൈതന്യമുണ്ടായിരുന്നു. മനുഷ്യസൃഷ്ടമല്ലാത്ത, മനുഷ്യാതീതമായ, അവൻ്റെ നിയന്ത്രണങ്ങൾക്കും അവൻ്റെ പ്രവചന സങ്കല്പങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഒരു ആത്യന്തികമായ ശക്തിധാരയെക്കുറിച്ചുള്ള അവൻ്റെ ഭീതി, അവൻ്റെ തിരിച്ചറിവ്, അതിനോടുള്ള അവൻ്റെ സമർപ്പണം, വിധേയത്വം. അങ്ങനെയാണ് അനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നത്, ആചാരങ്ങൾ ഉണ്ടാകുന്നത്, അവയുടെ തുടർച്ചയിൽ ആരാധനയുണ്ടാകുന്നത്. എല്ലാ ആരാധനകളും ഏത് ഭൂപിടത്തോട് ചേർന്ന് അനുഷ്ഠിക്കപ്പെടുന്നുവോ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് ആ സംസ്കാരം അതിനകം ഉൾവേശിപ്പിച്ചെടുത്ത ആചാര ചിട്ട രീതികളോട് ഇടചേർന്നുകൊണ്ടാണ് അതിൻ്റെ മുദ്രകളും അതിൻ്റെ ആംഗ്യങ്ങളും അതിൻ്റെ അക്ഷരപ്പൊരുളുകളും സ്വരുക്കൂട്ടുന്നത്. അങ്ങനെ ഭാരതത്തിൻ്റെ സംസ്കൃതിയിലേക്ക് വരുമ്പോൾ ഭാരതീയമായ നമ്മുടെ ഋഷി പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് നമുക്ക് ഉൾവേശിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന അനുഷ്ഠാന സമ്പ്രദായ വട്ടങ്ങളോട് ചേർന്നായി ആരാധന. ആരാധനയ്ക്കായി നാം ഒരുക്കുന്ന സ്തോത്രഗീതങ്ങളിൽ പോലും അനുഷ്ഠാനത്തിൻ്റെ സൂചകങ്ങളായ പദങ്ങൾ ഇടചേർന്ന് വന്നു. പ്രകാശം എപ്പോഴും പ്രകാശത്തിൻ്റെ ഉറവിടമായവനെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ സമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ്. പ്രകാശം മൺചിരാതിലാകാം, മെഴുകുതിരിയിലാകാം, 7 തിരിയിട്ട നിലവിളക്കിലാകാം, എങ്ങനെയും എവിടെയുമാകാം. പ്രകാശത്തെ ആരാധിച്ചവൻ, പ്രകാശത്തെ സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കുമ്പോൾ പ്രകാശം അതിന് സാക്ഷ്യമാകുന്നു. അങ്ങനെയാണ് ആരതി നമ്മുടെ ആരാധനയുടെ ഭാഗമായി ഭാരതീയ ക്രൈസ്തവധാരയിൽ ഉൾച്ചേർന്നു വരുന്നത്. ശ്രേഷ്ഠ പണ്ഡിതനായ പുരോഹിത വര്യൻ ശ്രീയക്കണിച്ചായിയെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം സംസ്കൃത ഭാഷയിൽ നേടിയിട്ടുള്ള അത്യഗാധമായ പാണ്ഡിത്യത്തിൻ്റെ പുറത്തുള്ള ആദരവിൻ്റെ ഒരു നിലത്തിൽ വെച്ചാണ്. സംസ്കൃത പണ്ഡിതനായ അദ്ദേഹം സംസ്കൃതത്തിൽ കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ചാവറപിതാവ് വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലൂടെ ഈ സമൂഹത്തെ വിമലീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കനിവ് കാണിച്ച സർവേശ്വരനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു സംസ്കൃത ഗാനം MK അർജുനൻ മാസ്റ്റർ സംഗീതം പകർന്ന് ആലപിക്കുന്നത് കേൾക്കുവാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള സന്ദർഭങ്ങളുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു രചനയാണ് ആരതി ആരതി ആരാധന. ഹൃദയത്തിൻ്റെ ക്ഷേത്രം ഇതാ അതിൻ്റെ ശ്രീകോവിൽ, അങ്ങയുടെ അദൃശ്യമായ അല്ലെങ്കിൽ ദൃശ്യസാധ്യതകൾക്കും അതീതമായ ചൈതന്യ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ തൊഴുകയുമായി നിൽക്കുന്നു. തൊഴുകയുമായി നിൽക്കുന്നത് ഭാരതീയ ആചാരമാണെങ്കിൽ, മറ്റൊരു ഭൂപ്രകൃതിയിൽ വെച്ചാണെങ്കിൽ ഒരുപക്ഷെ അർത്ഥനയ്ക്ക് വേണ്ടി കൈകൾ മലർക്കെ പിടിച്ചുകൊണ്ടാകാം ഞാൻ അങ്ങയെ നമിക്കുന്നത്, അല്ലെങ്കിൽ ശിരസ് നമിച്ചുകൊണ്ടാകാം. എല്ലാ നമിക്കലുകൾക്കും പൊതുവായ ഘടകമെന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുള്ള, ആത്മാവ് കൊണ്ടുള്ള സമർപ്പണമാണ്, വിധേയത്വ പ്രകാശനമാണ് എന്ന അടിവരയിടുന്നു അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ടമായ ഈ രചന. ഫാദർ ജസ്റ്റിൻ പനക്കലാണ് ഈ മനോഹര ഗാനത്തിന് ഇടം പകർന്നത്. നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ യേശുദാസാണ് ഈ ഗാനം ആദ്യം ആലപിച്ചത്. ഇവിടെ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചത് KL ആൻ്റണി.
ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസക്കോവിലിൽ ഹൃദയാർച്ചന മാനസക്കോവിലിൽ ഹൃദയാർച്ചന നിത്യമാം സത്യമേ ആത്മാർപ്പണം ആത്മാർത്ഥമായുള്ള സ്നേഹാർപ്പണം നിത്യമാം സത്യമേ ആത്മാർപ്പണം ആത്മാർത്ഥമായുള്ള സ്നേഹാർപ്പണം സ്നേഹത്തിൻ ത്യാഗത്തിൻ സാഗരം നീ സർവസഹോദര സംഗമം നീ സംഗമം നീ സംഗമം നീ ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസക്കോവിലിൽ ഹൃദയാർച്ചന രാജവീതിയിൽ പുഷ്പാർച്ചന സ്നേഹത്തിൻ തിരിയിട്ട ദീപാർച്ചന നിൻ രാജവീതിയിൽ പുഷ്പാർച്ചന സ്നേഹത്തിൻ തിരിയിട്ട ദീപാർച്ചന നിൻ ചരണപൂജ ചരണപൂജ ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസക്കോവിലിൽ ഹൃദയാർച്ചന ഫാദർ ജസ്റ്റിൻ പനക്കൽ ഈണം പകർന്ന മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജോസഫ് പാറാങ്കുഴിയാണ്. ജെൻസിയാണ് ഈ ഗാനം ആദ്യം ആലപിച്ചത്. കർമ്മലയിലെ നാഥയുടെ മുമ്പിൽ, പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ താപസരും തനയരും സാമാന്യ ജനങ്ങളും ഒരുപോലെ അർത്ഥികളായി അർത്ഥനികളായി കൈകൂപ്പി നിന്നുകൊണ്ട് ഹൃദയത്തിൽ ദിവ്യമായ പ്രകാശത്തിൻ്റെ രേണുക്കളെ തെളിച്ചു തരുന്നതിന് വേണ്ടി നടത്തുന്ന ഹൃദയാർച്ചനയുടെ ഭാവസഹസ്രങ്ങളാണ് ഈ ഗാനങ്ങൾ. ഈ ഗാനത്തിൻ്റെ വരികളിലും അതിൻ്റെ ഈണത്തിലും ആലാപനത്തിലും നിന്ന്
നമ്മുടെ ആത്മാവിലേക്ക് നമുക്ക് സംവേശിപ്പിക്കാനാകുന്നത്. നമുക്ക് വേണ്ടി ഇവിടെ ഈ ഗാനം ആലപിച്ചത് ബ്ലെസ്സിയാണ്. താപസർക്ക്, വൈദികർക്ക്, സന്യാസികൾക്ക്, ആത്മീയത സ്വന്തം ജീവിത പാതയായി തിരഞ്ഞെടുത്തവർക്ക് മാതാവേ, അങ്ങ് വഴി കാണിച്ചു തരൂ, മാർഗദർശകയാകൂ. അങ്ങയുടെ മക്കളായ സാധാരണക്കാരായ പാവങ്ങൾ ഞങ്ങൾക്ക് അങ്ങ് അഭയമാകൂ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിരാകരിക്കപ്പെടരുതേ. ഞങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ ഈ സമർപ്പണം അങ്ങ് സ്വർഗ കവാടം തുറന്ന് സർവേശ്വരൻ്റെ സന്നിധിയിലെത്തുന്നതിന് ഞങ്ങളുടെ വാഹകയാവണേ, ഞങ്ങളുടെ അഭയമാകണമേ, ആശ്രയമാകണേ എന്ന് ഒരു ഭക്തൻ്റെ ഹൃദയം ഉരുകി നടത്തുന്ന വിലാപസ്തുതിയിലുള്ള ആത്മാർപ്പണത്തിൻ്റെ സ്വനമാണ് ഈ ഗാനം നമ്മിൽ ഉൾവേശിപ്പിക്കുന്നത്.
കാവ്യാമൃതം. അനുഗ്രഹീതനായ ഫാദർ ആബേലിൻ്റെ വരികൾ. ഭാരതം കതിര് കണ്ടു, ഭൂമുഖം വെളിവ് കണ്ടു. മാർത്തോമാ ശ്ലീഹായുടെ ദിവ്യമായ സന്ദേശം, സുവിശേഷം, ആ സുവിശേഷം പ്രസരിപ്പിക്കുന്ന അഭൗമമായ പ്രകാശം ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ശാന്തി പകർന്നു എന്നാരംഭിക്കുന്ന ഈ ഗാനം അന്ന് ചിട്ടപ്പെടുത്തിയത് കെ ആൻ്റണിയാണ്. ആലപിച്ചത് KJ യേശുദാസാണ്. ഇവിടെ KL ആൻ്റണി നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. തൻ്റെ ഗുരുവായ ദൈവപുത്രനിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഉൾപ്പേറിക്കൊണ്ട് തോമാസ് ശ്ലീഹ ഈ മണ്ണിൽ വന്ന് നടത്തിയ സുവിശേഷ ഘോഷം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ക്രൈസ്തവതയുടെ നാമ്പുകൾ കിളിർത്തു വരുന്നതിന് നിമിത്തമാവുകയും അവർ തഴച്ചു വളരുന്നതിന് ഭൂമികയാവുകയും ചെയ്തു. കാലത്തെ അനുഗ്രഹിച്ച ആ സാന്നിധ്യത്തിൻ്റെ ആവിർഭാവത്തെ, ആ സാന്നിധ്യം ഇവിടെ പ്രസരിപ്പിച്ച ദീപ്തിയെ, അതിൽ നിന്ന് ഉയർന്നു വന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാന്ത്വന സമാശ്വസനത്തെ ഈ വരികളിലൂടെ ആബേലച്ചനും സംഗീതകാരനും ഗായകനും ചേർന്ന് പ്രണമിക്കുന്നു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. സുരലോക പാദനരനു കാട്ടുവാൻ ഒരു ദൈവദൂതനായണഞ്ഞു നീ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ
കാവ്യാമൃതം. സൃഷ്ടി സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവനമ്രമായി നിന്നുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ തേങ്ങലുകളെ, വിതുമ്പലുകളെ, ഗൽഗതങ്ങളെ വിശ്വാസ വീർപ്പുകളുടെ ഭാഗമായി തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ആ പാദപത്മങ്ങളിൽ ഒരു മനുഷ്യ സൃഷ്ടമായ എല്ലാ ഹൃദയവ്യതകളുടെയും സമർപ്പണമാണ്. എന്തിനു വേണ്ടി? ആശ്വാസനത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സ്നേഹ തലോടലുകളുടെ, അതിലൂടെ പരമമായ മുക്തിയുടെ, മോക്ഷത്തിൻ്റെ, രക്ഷയുടെ, പ്രത്യാശയുടെ ഉണർവിന് വേണ്ടിയുള്ള ആത്മസമർപ്പണം. അതാണ് കാവ്യാമൃതം. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം. മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യ